ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുകയായിരുന്നു. പണിപ്പുരയുടെ അപ്പുറത്തുള്ള ഒരു ആക്ടിവിറ്റി ഏരിയയുടെ ഡോർ ഉണ്ടല്ലോ, അവിടെ ഒരു കൺവെയർ ബെൽറ്റ് ബിഗ് ബോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തൂടെ പാവകളെ അയക്കും ബിഗ് ബോസ്, ഡോൾസിനെ. അത് കാലും കൈയും ഒക്കെ ആയിട്ടാണ് അയക്കുന്നത്, ബോഡിയൊക്കെ ആയിട്ട് വേറെ ആയിട്ടാണ് അയക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് പോയി കളക്ട് ചെയ്യണം. ആ ഒരു കൺവെയർ ബെൽറ്റിന്റെ അവിടെ നിന്നിട്ട് കളക്ട് ചെയ്യണം. അനുമോൾക്ക് പൊക്കമില്ല, അനുമോളുടെ ഡബിൾ ഉണ്ട് അക്ബർ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീരെ ഹൈറ്റ് ഇല്ലാത്ത ഒരു കുട്ടി ആയതിനാൽ അനുമോൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. അനീഷ് നല്ല ഒന്നാന്തരമായിട്ട് ടാസ്ക് ചെയ്തു കേട്ടോ. നല്ല കിഡിലനായിട്ട് തന്നെ അനീഷ് ടാസ്ക് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അനീഷ് അവിടെ ഫ്രണ്ടിൽ പോയി നിന്ന് എല്ലാവരെയും മറികടന്ന് സാധനം എടുക്കുന്നതായിട്ട് കണ്ടു. ഷാനവാസ് ആദ്യം തന്നെ വിട്ടു. പിന്നെ അക്ബറിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അക്ബർ നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്തു. ലക്ഷ്മിക്കും ഒക്കെ കിട്ടി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആര്യനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അനുമോൾക്ക് മാത്രമാണ് കിട്ടാത്തതായിട്ടുള്ളതെന്ന് തോന്നുന്നു. അനുമോള് പിന്നെ എനിക്ക് തോന്നുന്നു നൂറയ്ക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നലത്തെ പോലെ തന്നെയാണ് ടാസ്ക് നില ഇന്നത്തെയും. അപ്പൊ അനുമോൾ എന്ത് ചെയ്യുന്നു, അനുമോള് പറയുന്നു നീ ദുഷ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു മൈജിയുടെ ഏരിയ പോയിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി എന്തൊരു സ്ട്രോങ് ലേഡിയാന്ന് ഓർത്തോണേ. ലക്ഷ്മി രാവിലെ അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കിയതാണ്. പക്ഷെ ആ ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വെക്കാതെ നമ്മൾ വിമർശിച്ചതുമാണ് ലക്ഷ്മിനെ. ആ ഒരു വഴക്കിന്റെ പേരിൽ നമ്മൾ വിമർശിച്ചതുമാണ്. പക്ഷെ ഈ ഒരു വഴക്കിൽ അത് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് മനസ്സിലാക്കി അനുമോളെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് വാദിക്കുന്നുണ്ട് അനുമോൾക്ക് വേണ്ടി. അനുമോൾ അവിടെ ഇരുന്ന് കരയാണ്. അപ്പൊ പറയുന്നുണ്ട് നീ നിന്റെ ബോഡി വെയിറ്റ് മുഴുവൻ അവളുടെ മുകളിലേക്ക് ഇട്ടു എന്ന്. അങ്ങനെയാണ് നീ ടാസ്ക് ചെയ്തത്. നിനക്ക് ഹൈറ്റ് ഉള്ളതിന്റെ അതിൻ്റെതായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് നിനക്ക്. അപ്പൊ നീ അങ്ങനെ ബോഡി വെയിറ്റ് എക്സേർട്ട് ചെയ്ത് അങ്ങനെ കളിക്കാൻ പാടില്ലായിരുന്നു. അനുമോളെ ഇത്തിരി ഒന്ന് ഫ്രണ്ടിലേക്ക് വിടാനായിട്ട് നീ ശ്രമിക്കണം. അതായത് ഇത്തിരി ഒരു മനുഷ്യത്വം കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അനുമോൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ഇത് എനിക്കും തോന്നുന്നത് ഇത് തന്നെയാണെന്നാണ്. കാരണം അക്ബർ ആര്യനെ കയറ്റി വിടുന്നുണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്. അത് ഞാൻ കണ്ടുകൊണ്ട് നിന്നൊരു കാര്യമാണ്. ലക്ഷ്മിയും പറയുന്നുണ്ട് ആര്യൻ എന്റെ പുറകിൽ നിന്ന് ആര്യന് കിട്ടുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ്, നീ അത്രയും നിന്റെ ബോഡി വെയിറ്റ് എക്സേർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഈ ടാസ്ക് നടക്കുന്നതിന് മുമ്പ് അക്ബറും അനുമോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് ഫിസിക്കലാണ്, അനു നീ പരാതി ഒന്നും പറയരുത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അക്ബറിന്റെ ഉദ്ദേശം അനുമോൾക്ക് കിട്ടരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അക്ബർ കളിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് ലക്ഷ്മി നല്ല ഒന്നാന്തരമായിട്ട് തന്നെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതിനി അക്ബർ വുമൺ കാർഡ് അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഹൈറ്റ് ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് അത് ഉള്ളത് തന്നെ കാണാം. അത് ലക്ഷ്മി പറഞ്ഞത് 100 അല്ല 150% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബോഡി വെയിറ്റ് എക്സേർട്ട് ചെയ്താൽ, അത് അത്ര ഹൈറ്റ് ഉള്ള ഒരാൾ ബോഡി വെയിറ്റ് എക്സേർട്ട് ചെയ്താൽ എടുക്കാനായിട്ട് പറ്റില്ല. അത് മിനിമം ബോധമുള്ള ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് അനുമോൾക്ക് ഇത്തിരി ഒന്ന് ഫ്രണ്ടിലേക്ക് പോകാൻ ഒരു അടി ജസ്റ്റ് ഒന്ന് മാറി നിന്നാൽ മതി. ഷാനവാസ് അവിടെ കൈ വിട്ട് മാറി നിന്നല്ലോ. അത് ഷാനവാസിന് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അത് കോൺഫിഡൻസ് ആണ് പുള്ളിക്ക്. പുള്ളി അത് അടിച്ചു മാറ്റിയാണെങ്കിലും പുള്ളി ഈ ടാസ്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഷാനവാസ് ജയിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. പക്ഷെ അക്ബർ എന്ത് ചെയ്തു, അക്ബർ അവിടെ വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ഗെയിം കളിച്ചു. അതും കൂടെ നിൽക്കുന്ന ആര്യനെ മുന്നിലേക്ക് കയറ്റി വിട്ടിട്ട് അനുമോളെ തഴഞ്ഞു. അങ്ങനെ ഒരു ഗെയിം കളിച്ച് അവിടെ ഒരു എന്താ പറയുക റോങ് കളിച്ച പോലെ ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഓരോ വിഷയങ്ങളിലാണ് ലക്ഷ്മിയുടെ അഭിപ്രായം ലക്ഷ്മി വ്യക്തമാക്കുന്നത്. അല്ലാതെ ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആരുടെ അടുത്തും ലക്ഷ്മി വെച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. രാവിലെ അക്ബറിന്റെ കൂടെ നിന്ന് അനുമോളെ ആട്ടിയതാണ്, അമ്മായിമ്മപ്പോര് നടത്തിയതാണ്. എന്നിട്ട് ഇപ്പോ അനുമോളുടെ കൂടെ നിൽക്കുന്നു. ഇത് ഗ്രഡ്ജ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ കാര്യം. ഒരു ക്വാളിറ്റി കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.